2023 മാർച്ച് 18-ന് NDTV ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. കേരളം 10 കോടി രൂപ തുർക്കിക്ക് അനുവദിച്ചു. എന്തിന്? തുർക്കിയിൽ നടന്ന ഭൂകമ്പം വൻ ദുരന്തത്തിന് സമാശ്വാസമായി അനുവദിച്ചു എന്നായിരുന്നു ആ വാർത്ത. ഇന്നലെ നമ്മുടെ ശശി തരൂർ MP ആയ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ എക്സിൽ കുറിച്ചു, കേരളത്തിൻ്റെ മഹാമനസ്കത ശരിയായിരുന്നില്ല എന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിയണമെന്ന്. ആലോചിച്ചു നോക്കുക. ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഈ ശശി തരൂര് മോദിക്കൊപ്പം ചേർന്നപ്പോൾ തരൂരിന് അതിൻ്റെ ചില ദുർഗുണങ്ങളാണ് കിട്ടിയത് എന്ന് തോന്നുന്നു. 2023-ലാണ് കേരളം 10 കോടി രൂപ തുർക്കിക്ക് അനുവദിച്ചത്. 2025-ലാണ് പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നത്. പാകിസ്ഥാന് തുർക്കി പിന്തുണ നൽകുന്നതും തുർക്കിയിൽ നിർമ്മിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതും ഇന്ത്യ തുർക്കി ബന്ധത്തിൽ ഉലച്ചിൽ വരുന്നതും ഇന്ത്യയിൽ നിന്ന് വിനോദസഞ്ചാരികൾ തുർക്കിയിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. പാകിസ്ഥാൻ തുർക്കിയുടെ സഹായം സ്വീകരിക്കുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒരു ശക്തിയും ഇന്ത്യയെ കടന്നാക്രമിക്കുന്നത് ഒരു ഇന്ത്യക്കാരനും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് നമുക്ക് ആർക്കും തന്നെ അത് ഇഷ്ടമല്ല, അതിനെ ഒരിക്കലും അംഗീകരിക്കുന്നുമില്ല. 2023-ൽ സഹായിച്ച 10 കോടി രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ വയനാട്ടിലെ ജനതയെ സഹായിക്കാൻ കഴിയുമായിരുന്നു എന്നൊക്കെയാണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ആ മഹാമനസ്കത തെറ്റായിപ്പോയി എന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിയണമെന്നാണ് തരൂര് പറയുന്നത്. ശശി തരൂര് എന്തിനാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ വ്യക്തമാകുന്ന ഒന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ മോദിയുടെ നയതന്ത്ര ടീമിലെ സുപ്രധാന അംഗമാണ്. അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ പോയി രാജ്യത്തിൻ്റെ സന്ദേശം അറിയിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പോയി രാഷ്ട്രീയം പറയാനല്ല പോകുന്നത്, അവിടെ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല, അവിടെ പോയി ഇന്ത്യയുടെ സന്ദേശം അറിയിക്കുക, അതൊക്കെയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴും അവിടെ അങ്ങോട്ടുള്ള യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ പോലും അദ്ദേഹം ഇവിടെ ചെയ്യുന്നത് ഇവിടെ അദ്ദേഹം രാഷ്ട്രീയ കുത്തിത്തിരിപ്പ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് കേരളത്തെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ഇനിയും വ്യക്തമല്ല. അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു അടിസ്ഥാനവുമില്ല. 2 വർഷം മുമ്പ് സഹായിച്ചതിന് ഇപ്പോൾ എന്തിനാണ് കുത്തിപ്പൊക്കുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ യാതൊരു ആവശ്യവുമില്ല. പക്ഷേ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഇത് ശശി തരൂരാണ് പറയുന്നത്. ശശി തരൂർ പറയുമ്പോൾ അദ്ദേഹം ആലോചിച്ച് ഉറച്ചു മാത്രമേ ഓരോ കാര്യങ്ങൾ പറയാറുള്ളൂ, അല്ലാതെ വെറുതെ വിൺവാക്ക് പറയുന്ന വ്യക്തിയല്ല എന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാം. പ്രത്യേകിച്ച് പിണറായി സർക്കാരിൻ്റെ വ്യാവസായിക ഭൂപടത്തിൽ പിണറായി സർക്കാരിന് 1-ാം സ്ഥാനം ലഭിക്കുക ഉണ്ടായി എന്നൊക്കെ എഴുതിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിനെ പുകഴ്ത്തിയതിൻ്റെ പേരിൽ കോൺഗ്രസ് ക്യാമ്പിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ശശി തരൂർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. കാരണം പിണറായി സർക്കാരിനെ ഒരു തവണ പുകഴ്ത്തി പറഞ്ഞതിലൂടെ കോൺഗ്രസ് ക്യാമ്പിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ നേരിട്ട വ്യക്തിയാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിണറായി സർക്കാരിനെ ഈ ഒരു അവസരത്തിൽ ഇകഴ്ത്തി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് തിരുത്തലുകൾ വേണമെന്ന് പിണറായി സർക്കാർ ഇപ്പോഴെങ്കിലും ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് തീർച്ചയായും ബഹുഭൂരിപക്ഷം ആളുകളും കരുതും ഇപ്പോഴെങ്ങാനാണ്, അതായത് ഈ അടുത്ത അവസരത്തിലാണ്, ഈ പഹൽഗാം ആക്രമണവും പാകിസ്ഥാൻ ഇന്ത്യയെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിലാണ്, ഈ സമയത്താണ് കേരളം തുർക്കിക്ക് 10 കോടി രൂപ അനുവദിച്ചത് എന്ന തരത്തിൽ ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കും, എന്ന തരത്തിൽ ആളുകൾ ഇതിനെ കാണും. 2 വർഷം മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ കൂടി ഈ ഒരു അവസരത്തിൽ ഇത് പറയുമ്പോൾ പിണറായി സർക്കാർ ഇന്ത്യൻ ജനതയെ, അല്ലെങ്കിൽ ഇന്ത്യ ഒന്നടങ്കം പാകിസ്ഥാനെതിരെ പോരാടുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്ക് കേരളം 10 കോടി രൂപ കൊടുക്കുന്നു, അത് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവമായി ആളുകൾ വ്യാഖ്യാനിക്കും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ തരൂരിൻ്റെ ഈ വിമർശനത്തിന് കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. തരൂര് ഈ ഒരു അനവസരത്തിലുള്ള എക്സ്പോസ്റ്റായിപ്പോയി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അല്ലെങ്കിൽ തരൂരിന് അത് വേറൊരു തരത്തിൽ അവതരിപ്പിക്കാമായിരുന്നു. 2 വർഷം മുമ്പ് കേരളം തുർക്കിക്ക് 10 കോടി രൂപ കൊടുത്തിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. തുർക്കി പരമ്പരാഗതമായി പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന രാജ്യമായിരുന്നു. അതൊക്കെ ഒരുപാട് ആലോചിച്ച ശേഷം ചെയ്യേണ്ട കാര്യമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ വേറൊരു തരത്തിൽ തരൂരിന് എഴുതാമായിരുന്നു. ഇനി തരൂര്
പറയാതെ പോകുന്ന വേറൊരു കാര്യമുണ്ട്. തരൂർ പറയാതെ പോയ മറ്റൊരു കാര്യം, ഭാരത സർക്കാർ, മോദി സർക്കാർ തന്നെ തുർക്കിയെ കൈയും മെയ്യും മറന്ന് സഹായിച്ചിട്ടുണ്ട്. തുർക്കിയിൽ ഭൂകമ്പമുണ്ടാവുകയും ധാരാളം ആളുകൾക്ക് അവിടെ കിടപ്പാടവും ജീവനുമൊക്കെ നഷ്ടപ്പെട്ട സമയത്ത് കേരളം 10 കോടി രൂപ കൊടുക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി സഹായമാണ് ഇന്ത്യ സർക്കാർ, ഇന്ത്യൻ ഗവൺമെൻറ് അവിടെ ചെയ്തത്. അതൊക്കെ മറന്നുകൊണ്ടാണ് തുർക്കി ഇപ്പോൾ പാകിസ്ഥാനെ സഹായിച്ചതും പാകിസ്ഥാന് തുർക്കി കൊടുത്ത ഡ്രോൺ ഉപയോഗിച്ച് ഇന്ത്യയെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചതും. ഈ ഭാരത സർക്കാർ തുർക്കിയെ സഹായിച്ചതൊന്നും ഈ തരൂരിൻ്റെ പരാമർശത്തിൽ വരുന്നതേയില്ല. കേരളം കൊടുത്ത തുച്ഛമായ 10 കോടി രൂപയാണ് തരൂർ എടുത്തു കാണിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മോദിയുമായി അടുത്തത് കൊണ്ട് മാത്രം തരൂരിന് വന്ന ചാഞ്ചാട്ടമാണോ, അല്ലെങ്കിൽ തരൂരിന് വന്ന സ്വഭാവ വൈകല്യമാണോ, സ്വഭാവ ദൂഷ്യമാണോ എന്നൊക്കെ ഇനി രാഷ്ട്രീയ നിരീക്ഷകന്മാർ വിശകലനം ചെയ്ത് എടുത്ത് കാണിക്കേണ്ടതാണ്. ഏതായാലും ശശി തരൂർ അനവസരത്തിൽ പിണറായി സർക്കാരിനെ ഒന്ന് പിന്നിൽ നിന്ന് കുത്തിയതാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.